റൂമിന് മുൻപിലെത്തിയതും അവളൊന്നു നിന്നു. മാറിൽ കൈകൾ പിണച്ചുകെട്ടി ഒരു ചിരിയോടെ വാതിൽപ്പടിയിൽ ചാരി തന്നെയും നോക്കി നിൽക്കുന്നവൻ. തനിക്ക് മുൻപിൽ പതർച്ചയോടെ മുഖം കുനിച്ചു നിൽക്കുന്നവളെ കണ്ടതും നിറഞ്ഞൊരു ചിരിയോടെ അവൻ അവളോടടുത്തു. എൻ്റെ മോളിങ്ങനെ നിന്നാലെങ്ങനാ? നമുക്ക് കിടക്കണ്ടേ? അവനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി. അത് കേട്ടതും ഉള്ളിലെ പതർച്ച പുറത്ത് കാണിക്കാതവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. കണ്ടോ, ഇങ്ങനെ കണ്ണു കാണിച്ചെന്നെ കൊതിപ്പിച്ചത് കൊണ്ടാ. ഇല്ലേൽ കുറച്ച് ദിവസം കൂടി പിടിച്ചു നിൽക്കാനുള്ള കൺട്രോളൊക്കെ എനിക്കുണ്ടായിരുന്നതാ. അതേ ചിരിയോടെ പറഞ്ഞുകൊണ്ടവൻ അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തു. അതറിഞ്ഞതും ഏറി വരുന്നൊരു നെഞ്ചിടിപ്പോടെ അവനെ നോക്കാതെ അവൾ കുളിച്ചു മാറാനുള്ള ഡ്രസ്സുമെടുത്ത് ബാത്റൂമിലേക്ക് കയറി. അവളെ ഒന്ന് നോക്കിയവൻ ഒരു ചിരിയോടെ ബെഡിലേക്ക് മലർന്നു കിടന്നു. ബാത്റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ അവളുടെ നോട്ടം നേരെ ബെഡിൽ കിടക്കുന്നവനിലേക്ക് പോയി. ഇരുകൈകളും തലയ്ക്കടിയിലേക്ക് വെച്ച് മലർന്ന് കണ്ണുകളടച്ചാണ് കിടക്കുന്നത്. അവൻ ഉറങ്ങിയോ എന്നൊരു സംശയത്തിൽ അവളൊന്ന് സൂക്ഷിച്ചു നോക്കി. അലക്കാനുള്ളത് ബിന്നിലിട്ട് അവൾ പതിയെ അവനെ ഉണർത്താതെ ബെഡിലേക്ക് കയറി. അവനെ തൊടാതെ പതിയെ നിരങ്ങി നിരങ്ങി അവൾ ചുവരരികിലായി ചേർന്ന് കിടന്നു. കുറച്ചു നേരം കിടന്നിട്ടും അവൻ്റെ അനക്കമൊന്നും കാണാതെ അവൾ തിരിഞ്ഞ് അവനെ നോക്കി. ഉറങ്ങുമ്പോൾ പോലും അവൻ്റെ മുഖത്തൊരു ചിരി ഒളിഞ്ഞിരിക്കുന്നത് പോലെ തോന്നി അവൾക്ക്. അവളുടെ കണ്ണുകൾ അവൻ്റെ വിരിഞ്ഞ നെഞ്ചിലേക്കും ഇളം ചുവപ്പുള്ള അധരങ്ങളിലേക്കും പതിഞ്ഞു. എന്തിനൊക്കെയോ അവളിൽ ഒരു കൊതി നിറഞ്ഞു. ഇന്നലെ താൻ അവൻ്റെ നെഞ്ചോട് ചേർന്നാണ് ഉറങ്ങിയതെന്നോർത്തപ്പോൾ അവളുടെ തുടുത്ത കവിളുകൾ ഒന്നുകൂടി ചുവന്നു. കണ്ണുകൾ അവൻ്റെ അടഞ്ഞു കിടക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി. അവൾ പതിയെ അവനടുത്തേക്ക് അടുത്തു കിടന്നു. മെയ്കൾ അനുസരണക്കേടോടെ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ പാറി വീണു. ഉയർന്നു വരുന്നൊരു ഹൃദയമിടിപ്പിനെ അടക്കി നിർത്തിക്കൊണ്ടവൾ ഒന്നുകൂടി അവനോട് ചേർന്ന് കിടന്നു. അവൻ്റെ നെഞ്ചോട് ചേർന്ന്. അവൻ്റെ വിയർപ്പിൻ്റെയും പെർഫ്യൂമിൻ്റെയും ഗന്ധം അവളത് കണ്ണടച്ചുള്ളിലേക്ക് വലിച്ചെടുത്തു. ഭംഗിയുള്ളൊരു ചിരി അവളുടെ ചൊടിയിൽ വിരിഞ്ഞു. അതേസമയം അവൻ്റെ മുഖത്തും അത്രയും ഭംഗിയുള്ളൊരു ചിരി വിരിഞ്ഞു. രാവിലെ എണീക്കുമ്പോൾ തൻ്റെ അരക്കെട്ടിലൂടെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈകളെ അവൾ കണ്ണു തുറക്കാതെ തന്നെ അറിഞ്ഞു. അവളൊന്നുകൂടി അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് പതിയെ കണ്ണു തുറന്ന് അവനെ നോക്കി. ഒരു നിമിഷം അവളുടെ നെഞ്ചടിപ്പൊന്നു നിന്നു. തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി പതിവ് കള്ളച്ചിരിയോടെ അവൻ്റെ മുഖം. അവളൊന്ന് വിറച്ചുകൊണ്ട് അകന്നു മാറാൻ നിന്നതും അവൻ അവളെ അവനിലേക്ക് തന്നെ വലിച്ചടുപ്പിച്ചിരുന്നു. സത്യം പറഞ്ഞോ, എന്തായിരുന്നു നിന്റെ ഉദ്ദേശം? അവൻ അവളുടെ മുഖത്തോട് മുഖമടുപ്പിച്ചുകൊണ്ട് പതിയെ ചോദിച്ചു. എന്തുദ്ദേശം? അവളുടെ സ്വരം കൂടുതൽ പതിഞ്ഞു. അവൻ ചോദിച്ചതെന്താണെന്ന് മനസ്സിലാവാതെ അവൾ അവനെ തന്നെ നോക്കി. അവൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. അവൻ അവളെ സംശയത്തോടെ നോക്കി. ഞാൻ ഉറങ്ങുകയാണെന്ന് കരുതി നീ എന്നെ എന്ത് ചെയ്യാൻ നിൽക്കുവായിരുന്നു? അവൻ്റെ ആ ചോദ്യം കേട്ടതും അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ഞാൻ അങ്ങനെയൊന്നും. അവളുടെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞു. അത് കണ്ടതും അവൻ പൊട്ടിവന്ന ചിരി അടക്കിപ്പിടിച്ചു. എങ്ങനെയൊന്നും? അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. സത്യം പറഞ്ഞോ, നിനക്കെന്നെ റേപ്പ് ചെയ്യാനായിരുന്നില്ലേ ഉദ്ദേശം? അത് കേട്ടതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അയ്യേ, എന്തൊക്കെ വൃത്തികേടായി പറയുന്നേ. ഞാൻ അങ്ങനെയൊന്നും കരുതിയില്ല. നീ കരുതി. ഞാൻ കണ്ണു തുറന്നില്ലായിരുന്നെങ്കിൽ ഈശ്വരാ. അവൻ ഒരു കണ്ണ് മാത്രം അടച്ച് അവളെ നോക്കി. അവളുടെ തുടുത്ത കവിളുകൾ ഒന്നുകൂടി വീർത്തു വരുന്നത് അവനൊരു ചിരിയോടെ നോക്കി. അവൻ തന്നെ കളിപ്പിക്കുകയാണെന്ന് മനസ്സിലായതും അവനെ ഒന്ന് കണ്ണു കൂർപ്പിച്ച് നോക്കിക്കൊണ്ടവൾ അവിടെ നിന്നും എണീറ്റു. അതേ നിമിഷം തന്നെ അവൻ അവളെ അവനിലേക്ക് തന്നെ വലിച്ചിട്ട് ഇറുകെ പുണർന്നു. നീയേ എന്താ ചെയ്യാനിരുന്നേ എന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ദേവേട്ടാ വിട്ടേ, ചുമ്മാ ഓരോന്ന് പറയാതെ. അവൾ അവൻ്റെ നെഞ്ചിൽ കൈവച്ചു പുറകോട്ട് തള്ളാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ തള്ളുന്നതിനനുസരിച്ച് അവൻ കൂടുതൽ അവളോടൊട്ടി വന്നു.
അവളുടെ ദേവേട്ടൻ എന്ന വിളി അവനിൽ അത്രയും സന്തോഷം നിറഞ്ഞു. എന്നാലും ലച്ചു, ഞാൻ നിന്റെ കെട്ടിയോനല്ലേടി. നിനക്ക് അങ്ങനെ ഒരാഗ്രഹമുണ്ട് എന്നോട് പറയായിരുന്നില്ലേ? ഇതിപ്പോൾ ഞാൻ ഉറങ്ങുന്ന ടൈമിൽ. അയ്യേ മോശം. ആരെങ്കിലും അറിഞ്ഞാൽ. അവനവളെ കൂടുതൽ ചൊടിപ്പിച്ചു. അവളുടെ ചുവന്നു വരുന്ന മുഖം അവനിൽ വല്ലാത്തൊരു മോഹമുണർത്തി. അവളുടെ വിടർന്ന ഭംഗിയുള്ള കണ്ണുകൾ അവൻ്റെ നേർക്കു കൂർത്തു. അറിഞ്ഞാലെന്താ? ഞാൻ വേറെ ആരോടുമല്ലല്ലോ ചെയ്തേ. എൻ്റെ ദേവേട്ടനോടല്ലേ, എൻ്റെ ഭർത്താവല്ലേ. അവളുടെ മെയ്കൾ നിറഞ്ഞു. അയ്യോ, അപ്പം നിൻ്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നല്ലേ? അവൻ പകപ്പോടെ ചോദിച്ചതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചു. അവളുടെ ആ പ്രവൃത്തിയിൽ തുളുമ്പി വന്നൊരു സന്തോഷത്തോടെ അവൻ അവളെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചതും അവൾ പല്ലുകൾ അവൻ്റെ നെഞ്ചിലായിത്തീരുന്നു. ആ! പെട്ടെന്നറിഞ്ഞൊരു വേദനയിൽ അവൻ അവളിൽ നിന്നും അകന്നു മാറി ചാടി എണീറ്റു. അതേ ഓക്കിൽ അവളുടെ നേർക്കവൻ തിരിഞ്ഞതും അവൾ എണീറ്റ് ബാത്റൂമിലേക്ക് ഓടിക്കയറിയിരുന്നു. അവളുടെ ഓട്ടം നോക്കിയൊരു ചിരിയോടെ അവൻ തൻ്റെ നെഞ്ചിലേക്ക് നോക്കിയതും അവിടെ ചെറുതായി ചുവപ്പ് പാട് തെളിഞ്ഞിരുന്നു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി യക്ഷി. അതും പറഞ്ഞവൻ ആ പാടിൽ അമർത്തി തടവി. ബാത്റൂമിൻ്റെ ഡോർ പതിയെ തുറന്നവൾ റൂമിലാകെ അവനെ നോക്കി. അവൻ അവിടെ ഇല്ലെന്ന് കണ്ടതും ഒന്ന് നിശ്വസിച്ചു കൊണ്ടവൾ പുറത്തേക്കിറങ്ങി. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്തു പോയതാണ്. വേദനിച്ചോ ആവോ? അവൾക്കാകെ ഒരസ്വസ്ഥത തോന്നി. ദേഷ്യം തോന്നിക്കാണുവോ? ഓരോന്നോർത്തുകൊണ്ടവൾ താഴേക്ക് നടന്നു. താഴെ ടിവിയും ഓൺ ചെയ്ത് ഫോണിലും നോക്കിയിരിക്കുന്നവനെ ഒന്ന് നോക്കിയവൾ അവനെതിരായി അമ്മയ്ക്കടുത്തായി ചെന്നിരുന്നു. ഒരവസരം കിട്ടിയാൽ തൻ്റെ അടുത്ത് വന്നിരിക്കുകയും ഒളിഞ്ഞും തെളിഞ്ഞും തന്നെ നോക്കുകയും ചെയ്യുന്നവൻ ഇന്ന് തന്നെ നോക്കുന്നേയില്ല എന്ന് കണ്ടതും അവൾക്ക് നെഞ്ചിലെന്തോ കൊളുത്ത് വലിക്കുന്നത് പോലെ തോന്നി. അവനൊന്ന് റൂമിൽ പോയിരുന്നെങ്കിൽ ഒരു സോറി പറയാമായിരുന്നു. മുറിഞ്ഞിട്ടുണ്ടാവുമോ? അവൾ അവൻ്റെ അടുത്തു നിന്നും മാറാതെ അവനെ ചുറ്റിപ്പറ്റി നടന്നു. അവനും കാണുന്നുണ്ടായിരുന്നു അവളുടെ ആ വെപ്രാളവും പരവേശവും. അവൻ മനഃപൂർവ്വം അവളെ ശ്രദ്ധിക്കാനേ പോയില്ല. രുദ്ര, ഇന്നല്ലേ മോളുടെ വീട്ടിൽ പോണേ? വൈകണ്ട, നേരത്തെ ഇറങ്ങിക്കോ. പോകുന്ന വഴി അവർക്കൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിച്ചോണം. ഇവന് അതൊന്നും അറിയില്ല മോളെ. മോളെന്താ വേണ്ടതെന്ന് വെച്ചാൽ മറക്കാതെ മേടിച്ചോണം. അവർ ആദ്യം രുദ്രനോടും പിന്നെ ലച്ചുവിനോടുമായി പറഞ്ഞു. അമ്മ പറഞ്ഞപ്പോഴാണ് അവൾ ഇന്ന് വീട്ടിൽ പോകുന്ന കാര്യം ഓർക്കുന്നത് തന്നെ. അതോർത്തതും മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു. ദിവസങ്ങൾക്കു ശേഷം അവരെയെല്ലാം കാണാൻ പോകുന്നതിൻ്റെ സന്തോഷം അവളുടെ മുഖത്ത് തെളിഞ്ഞു. അവിടെ തന്നെയും കാത്തൊരുവൻ ഇരിപ്പുണ്ടെന്നറിയാതെ.